തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥയുമായി കാസർഗോഡ് പാടിയിലെ പ്രേമ. ഒരേക്കറോളം സ്ഥലത്ത് 1 ടണ്ണോളം തണ്ണിമത്തനാണ് ഈ കർഷക വിളയിച്ചത്. പരീക്ഷണ അടിസ്ഥാനത്തിലാണ് പ്രേമ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. 1 വർഷം മുമ്പ് പാട്ടത്തിനെടുത്ത 20 സെന്റ് സ്ഥലത്തായിരുന്നു കൃഷി ഇറക്കിയത്. 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത വിളവും. അങ്ങനെ ഇത്തവണ 20 സെന്റ് എന്നത് 1 ഏക്കറിൽ വ്യാപിപ്പിച്ചു. 13 പശുക്കളുള്ള ഈ കർഷകയുടെ കൃഷിക്ക് ജൈവ വളമാണ് ഉപയോഗിച്ചത്. കൃഷിയിൽ ഇത്തവണ വിളവെടുപ്പിൽ ലഭിച്ചത് 1 ടൺ തണ്ണിമത്തനാണ്. 2 വർഷമായി ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നല്ലൊരു മികച്ച വിളവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. പശു മൂത്രവും അതിൻ്റെ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള കൃഷിയാണ് ഇപ്രാവശ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഞാനിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം വരുമാനം കിട്ടാനുള്ള സാധ്യത. കുടുംബശ്രീ CDS വഴി ലഭിച്ച വിത്തിനമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മണൽ കലർന്ന പശ്ചിമരാശിയുള്ള മണ്ണിൽ 73 ദിവസത്തോളമാണ് തണ്ണിമത്തൻ പാകമാകാൻ എടുത്ത സമയം. കൃഷിക്കായി ജീവിതം മാറ്റിവെച്ച പ്രേമയുടെയും ഭർത്താവ് കമലാക്ഷന്റെയും അധ്വാനത്തിന്റെ ഫലമാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിജയഗാഥ. തണ്ണിമത്തന് പുറമെ പച്ചക്കറിയും ചോളവും കൃഷി ചെയ്ത് ഈ കർഷകർക്ക് ലഭിച്ചത് മികച്ച വിളവാണ്. മക്കളായ രാഹുലും അവന്തികയും കൃഷിയിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.